ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ A4 പേപ്പറിൽ നിന്ന് ഒരു ബട്ടർ പേപ്പർ ഉണ്ടാക്കിയാലോ. ഞാൻ മിക്കപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ബട്ടർ പേപ്പർ ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും A4 പേപ്പറിൽ നിന്ന് ബട്ടർ പേപ്പർ ഉണ്ടാക്കുന്ന വിദ്യ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന്. സംഭവം ഭയങ്കര സക്സസ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ആദ്യം തന്നെ A4 പേപ്പർ രണ്ടായിട്ട് മടക്കാം, പിന്നെ വീണ്ടും ഒന്ന് മടക്കാം. ഇനി ഇതുപോലെ കോർണറിലേക്കൊന്ന് മടക്കാം. ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേക്ക് ടിൻ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ വട്ടളവ് റേഡിയസ് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് വെച്ചിട്ട് റേഡിയസിൻ്റെ അളവ് വരെ മാർക്ക് ചെയ്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇത് നിവർത്തുമ്പോൾ കേക്ക് ബേസിൻ്റെ താഴെ വെക്കാനുള്ള ആ ഒരു വട്ടം റെഡി ആയിട്ടുണ്ട്. അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത പേപ്പർ വെക്കാം, മുകളിലും ഓയിലൊന്ന് തൂവാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ബ്രഷ് കൊണ്ട് ജസ്റ്റ് വെക്കണുള്ളൂ, കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കും. ബേക്ക് ചെയ്യണ പാത്രത്തിൻ്റെ സൈഡിലും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ പേപ്പറിൻ്റെ തന്നെ ബാക്കി ഭാഗത്തിൽ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒറ്റയടിക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. പക്ഷെ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടാണ് വെക്കണത്, കാരണം അതിങ്ങനെ വലിയ കൊട്ടി നിൽക്കണ്ടായിരുന്നില്ല ഈ പാത്രത്തിൽ. അപ്പോൾ ഇതുപോലെ ഒരു 3-4 പീസായിട്ട് മുറിച്ചിട്ട് ഞാൻ എണ്ണ തൂവിയിട്ട് വീണ്ടും പേപ്പർ വെച്ച് വീണ്ടും എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കൊരു കേക്ക് ബേക്ക് ചെയ്ത് നോക്കാം. ഈ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ബേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സൈഡിൽ നിന്ന് ജസ്റ്റ് കത്തിയോണ്ടൊന്ന് നമ്മൾ സാധാ കൊടുക്കണ പോലെ ഒന്ന് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ കേക്കിൽ നിന്ന് ഒലിച്ച് മാറ്റാം കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പെട്ടെന്ന് ബട്ടർ പേപ്പർ കയ്യിലില്ല, പക്ഷേ കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി. ചിലർക്ക് ഇപ്പോൾ ബട്ടർ തൂവി പൊടിയിട്ടാലും ഒട്ടിപ്പിടിക്കാറുണ്ട്, പക്ഷേ ഈ മെത്തേഡ് ഉണ്ടെങ്കിൽ ഭയങ്കര കിടിലാട്ടോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.